44, 45, 46, 47, 48, 49, 50. ആ ഇനി കാശാ. ഇനി കാശ് വന്നിട്ട് മതി ബാക്കി തിരുമല്. കാശോ? എന്ത് കാശ്? കാശ് എന്റെ അച്ഛൻ വരുമ്പോ ചോദിക്കും, അയാള് തരും. അണ്ണാ കാശ് താണ്ണാ. കാശോ? കാശ് എന്തിനാരാതെ? അവക്കിപ്പോ റേഡിയോ വാങ്ങിക്കണോന്ന് ഞാൻ പറഞ്ഞില്ലേ. പരീക്ഷയ്ക്ക് എല്ലാ വിഷയത്തിലും ഫസ്റ്റ് വാങ്ങി ജയിച്ച അന്ന് നിനക്കൊരു സ്വയംഭം റേഡിയോ വാങ്ങിച്ചു തരും. അതെന്നാ അപ്പ മതി. ഇന്ന് തരാന്ന് പറഞ്ഞ കാശാ. കഷ്ടമുണ്ട് കേട്ടോ. എത്ര നേരം ഞാൻ തിരുമിയതാ. ശരി 100 തരാം. പക്ഷെ ഒരു 50 തിരുമൽ കൂടി തിരുമണം. ശരി കാശാ. കാശ് വാങ്ങിച്ചിട്ട് നീ മുങ്ങോ? അണ്ണന്റെ പെങ്ങളെ വിശ്വാസം ഇല്ലേ? ഇല്ലല്ലോ. കുളിപ്പിക്കാനും തീരുമാനം ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് നിർത്താൻ പറയണില്ലാതെ. നിർത്തണം. ഇവളെ ഒന്ന് ഇറക്കി വിട്ടിട്ട് വേണം. ഇല്ലെങ്കിൽ വന്നു കയറുന്ന പെണ്ണിനെ വച്ചേക്കോള്. പിന്നെ എനിക്ക് ചേരുന്ന ഒരു പെണ്ണിനെ ഈ ശ്രാവണഗിരിയിൽ കിട്ടാനുണ്ടോടാ? ശ്രാവണഗിരിയിലുള്ളവരൊക്കെ മര്യാദക്കാരും തറവാട്ടി പിറന്നവരുവാ. തെരുക്കൂത്തുകാരെ വേണമെന്നുള്ളവര് കൃഷ്ണഗിരി തന്നെ പോണം. എന്താ പതിവില്ലാണ്ട് ഇന്ന്? നാളെയല്ലേ വ്യാഴാഴ്ച. ബാങ്ക് മാനേജർക്ക് രജിസ്റ്റേർഡ് ഉണ്ട്. ചിട്ടിഭായി എനിക്ക് കത്തൊന്നുണ്ടോ? നിനക്കാര് കത്തയക്കാനാടാ? വേണം ഞാൻ ഒരെണ്ണം എഴുതരാം. കറക്കടാ കറക്കടാ ആഞ്ഞ് കറക്കടാ. വേണ്ട സാർ, കറങ്ങണില്ലെങ്കിൽ കറങ്ങണ്ട. എനിക്ക് കാറ്റ് കൊള്ളണമെന്ന് തോന്നുമ്പോ ഞാൻ സാറിന്റെ ഫാന്റെ കാറ്റ് കൊണ്ടോളാം. വേണ്ട. എത്ര നാളിങ്ങനെ എന്റെ കാറ്റ് കൊണ്ട് മുകുന്തിരിക്കും? സാറിന്റെ കാറ്റ് പോകുന്നവരെ തോന്നിയ ദിവസം പറയാതെ ഫാൻ കറക്കടാ. എന്റെ ഫീൽഡ് ഓഫീസർ ഇവിടെ ഇങ്ങനെ വേർത്തൊലിച്ച് പണിയെടുക്കുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് വയ്യ. എന്ത് ചെയ്യാം? എന്റെ സ്വഭാവതായി പോയി. ഇല്ലെങ്കിൽ മുന്തിരിയോട് ചോദിച്ചു നോക്ക്. ഈ സാധു കുട്ടി പറയട്ടെ. ശരിയായില്ലടോ. ഇനി കുറച്ചേരം സാറ് കറക്ക്, ഞാൻ താഴെ വയ്ക്കാം. ഇത് കറങ്ങല്ല സാറേ, മോട്ടർ കേടായിരിക്കും. അത് വിട്, പിന്നെ ശരിയാക്കാം. സാറേ, സാറിനൊരു രജിസ്റ്റേർഡ് ഉണ്ട്. ഉണ്ടാവട്ടെ, ഉണ്ടാവണല്ലോ. 2 ദിവസം മുമ്പേ ഞാനത് പ്രതീക്ഷിച്ചിരുന്നതാ. എന്താ വിശേഷം? എനിക്ക് കിട്ടേണ്ട ഒരു 8 പറക്കി നിലം എന്റെ സ്വന്തം ഇളയപ്പം കൈവശം വെച്ചിരിക്കുകയായിരുന്നു. എനിക്ക് അനുകൂലമായിട്ട് വിധി വന്നു എന്ന് ഞാൻ അറിഞ്ഞു. അതിന്റെ വിധി പേപ്പർ രജിസ്റ്റർ ആയിട്ട് വക്കീൽ എനിക്ക് നേരിട്ട് അയച്ചു തന്നതാ. അപ്പൊ എന്ന് ചെലവുണ്ട് സാർ. എന്ത് വേണമെങ്കിൽ ചെയ്യാന്നേ. ഇളയപ്പം പ്രത്യേക ഒരു സാധന. താ പോവാൻ വരട്ടെ. അയ്യോ, 50ന്റെ നോട്ടാണല്ലോ. ചേഞ്ച് ഇല്ലല്ലോ. ചേഞ്ച് തന്റെ ഉണ്ടെങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ. ആ കരിക്കെന്താ വില? അയ്യോ, അത് വിൽക്കാനുള്ളതല്ല. അത് ഈ കത്തും മണി ഓർഡറും ഒക്കെ കൊടുക്കുമ്പോ ആൾക്കാർ സന്തോഷത്തിന് രാഘവട്ട് കൊടുക്കുന്നതാ. അയ്യോ അയ്യോ സാർ, മുന്തിരി കുറച്ച് വെള്ളം എടുത്തുണ്ടോ? സാർ, സാർ, സാർ. ഇംഗ്ലീഷിലാ. അപ്പൊ ആരോ മരിച്ചെന്നാ തോന്നുന്നു. സാറിന് ജീവൻ വന്നു. എന്താ സാർ കത്തില്? സാറിന്റെ സസ്പെൻഷൻ ഓർഡറാ. വീണ്ടും പോയി. സാർ, ശശി, ഏതെങ്കിലും ഡോക്ടർമാരെ വിളിച്ചോണ്ട് വാ. ഡോക്ടർമാരൊക്കെ വേണം. ഒരു ഡോക്ടർ പോരെ? മതിയിടോ, ആരെങ്കിലും വിളിച്ചോണ്ട് വാ. ഡോക്ടർ, അല്ല സാർ. ശരിയാಗಿ ಹಿಡ್ಕೊಳ್ಬೇಕು. ഡോക്ടറെ, ഡോക്ടറെ, നമ്മുടെ അന്തോണി സാറ് മരിക്കാൻ പോണു. വേഗം വാ. എന്താ എന്ത് പറ്റി? ഹാർട്ട് അറ്റാക്ക് വല്ലതാണോ? അതാവാൻ വഴിയില്ല. ഹാർട്ട് ഉള്ളവർക്കല്ലേ ഹാർട്ട് അറ്റാക്ക് വരൂ. ദൈവമേ, നല്ല മനുഷ്യനായിരുന്നു. ആയിരുന്നു എന്ന് പറയാൻ അങ്ങനെ ചത്തിട്ടൊന്നുമില്ല. വേഗം വാ. മനുഷ്യന്മാർക്ക് ദീനം വന്നിടത്ത് ഞാൻ മൃഗഡോക്ടർ വന്ന് എന്ത് ചെയ്യാനാ? അതൊന്നും കുഴപ്പമില്ല. ഒരു കാട്ടുപോത്ത് ബോധം കെട്ടി കിടക്കാണെന്ന് കരുതി അങ്ങ് ചികിത്സിച്ചാൽ മതി. എല്ലാം ശരിയാവും. വാ. അല്ലെങ്കിൽ എന്നെ അതെന്തിനാ അത്? അല്ല, വല്ല കുത്തിവയ്പ്പ് വേണ്ടി വന്നാലോ? അയ്യോ, അത് പശുവിനെ കുത്തിവെക്കുന്ന ആണോ? എന്നാ സൈക്കിളിൽ കറിക്കോ. ഇതിലോ? ആ, നടന്നു പോയാലേ അവിടെ ചെല്ലുമ്പോഴേക്കും ആള് വടിയായി പോകും. പെട്ടെന്ന് കറിയോ. പതുക്കെ. എന്തൊരു വെയിറ്റപ്പാ. മൃഗഡോക്ടർ തന്നെ. ഡോക്ടർ അങ്ങനെ പിടിക്കല്ലേ. എനിക്ക് ഞാൻ ചത്താലും എന്റെ കസേര നിനക്ക് വിട്ടു തരില്ല. എന്റെ മോൻ അത് സ്വപ്നം കണ്ട് ഞെളിയണ്ട. നീ എന്ത് ധൈര്യത്തിലാടാ ഇത് ചെയ്യിപ്പിച്ചേ? സാർ, ഇതൊന്നും ഞാൻ ചെയ്യിപ്പിച്ചല്ല. മനസ്സാവാച എനിക്കൊന്നും അറിയില്ല.
മാനേജറുടെ ചാർജ് എനിക്കാണെന്ന് ഇപ്പൊ ഈ ഓർഡർ വായിച്ചപ്പോൾ ഞാൻ അറിയണേ. നീ ഒന്നും അറിഞ്ഞില്ല എന്ന്. ഈ ഫാൻ കറക്കണ്ട, എന്റെ ഫാന്റെ കാറ്റ് മതി എന്ന് നീ പറഞ്ഞപ്പോഴേ അതിലെന്തോ അപശകനം ഉണ്ടെന്ന് എനിക്ക് തോന്നിയതാ. കാറ്റ് കൊള്ളിക്കാടാ, ഞാൻ നിന്നെ കാറ്റ് കൊള്ളിക്കാം. സാർ ഞാൻ അനാവശ്യം പറയരുത് കേട്ടോ. എനിക്ക് നിങ്ങളെ സസ്പെൻഡ് ചെയ്യിച്ചിട്ട് എന്ത് കിട്ടാനാ? എന്ത് കിട്ടാനാണെന്ന് അതും ഞാൻ നിനക്ക് പറഞ്ഞു തരണോ? ഓ, ഒന്നും അറിയാത്തൊരു ഇള്ള കുഞ്ഞ്. നീ എന്നെ പൊട്ടം കളിപ്പിക്കാൻ നോക്ക. ഈ മാനേജറുടെ പോസ്റ്റ് സ്ഥിരമായി കിട്ടാൻ നീ എന്നെ കൊല്ലില്ല എന്ന് എന്താ ഉറപ്പ്? നീ എവിടേക്ക് അങ്ങോട്ട് നോക്കണം, ഇവിടെ നോക്കണം. പെൺകൊണ്ടാ മുന്തിരി, നീ ബേജാറാകപ്പെടാ. ഞാൻ പോയാലും ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. നീ എവിടേക്കാണ് അങ്ങോട്ട് നോക്കണേ? സാറേ ഡോക്ടർ വന്നു. സാർ ഞാൻ സാറിനെ മനഃപൂർവ്വം ദ്രോഹിക്കാൻ വേണ്ടി വന്നല്ല. നീ മിണ്ടരുത്, മിണ്ടിപ്പോകരുത്. ഇപ്പൊ പോയിക്കൊള്ളണം. പെടലിക്ക് മുകളിൽ തല വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ നിമിഷം ഇവിടെ പോയിക്കൊള്ളണം. പോണോ വരണോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനോ സാറോ അല്ല. ഹെഡ് ഓഫീസിൽ നിന്ന് എന്നെ വിട്ടു, ഞാൻ വന്നു. ഇന്നിപ്പോ താൽക്കാലികമായിട്ട് മാനേജറുടെ പോസ്റ്റ് ഏറ്റെടുക്കണമെന്ന് ഹെഡ് ഓഫീസിൽ നിന്ന് പറഞ്ഞാൽ എനിക്ക് അനുസരിച്ചല്ലേ പറ്റൂ. എടാ മോനെ, ആ ഹെഡ് ഓഫീസിൽ തീരുമാനിക്കുന്നത് പോലെയല്ല ഈ ഓഫീസിലെ കാര്യങ്ങൾ നടക്കുന്നത്. ഈ നാട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് വേറെ ആളാ. അവൻ വരുന്നതിന് മുമ്പ് പെട്ടിയും കിടക്കെടുത്ത് നീ സ്ഥലം വിട്ടോ, അല്ലെങ്കിൽ നിന്നവൻ ഇങ്ങനെ 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 ചവിട്ടി കൂട്ടും. തിമ്മയ്യന്റെ കാര്യ ആ മാനേജർ പറഞ്ഞത്. അത് സത്യ. അയാൾ വന്നാല് കുറച്ച് പ്രശ്നം തന്നെ. തിമ്മയ്യന് അയാളാരാ? അയാൾക്ക് എന്റെ ബാങ്കുമായിട്ട് ബന്ധം? സാർ അന്ന് പറഞ്ഞ തിരിച്ചടയ്ക്കാത്ത ലോണുകളില്ലേ, അതൊന്നും നാട്ടുകാർ ബാങ്കിൽ നിന്ന് നേരിട്ടെടുത്തിട്ടുള്ളതല്ല. പിന്നെ സാറേ, ഇവിടത്തെ പാവങ്ങൾ പെണ്ണുങ്ങളുടെ കല്യാണത്തിനും പ്രസവത്തിനും തീണ്ടാരിക്കും ഒക്കെ 2000-വും 3000-വും വച്ച് തിമ്മയ്യന്റെ കടം വാങ്ങി. അതിന് പണയമായിട്ട് ഇവരുടെ വീടിന്റെയും സ്ഥലത്തിന്റെയും ആധാരവും പിന്നെ മുദ്ര പേപ്പറിൽ വിരലടയാളവും അയാൾ വാങ്ങിച്ചു വെക്കും. അതെല്ലാം ബാങ്കിൽ വെച്ച് തിമ്മയ്യനാണ് ഇവരുടെ പേരിൽ ഈ ലോണെല്ലാം എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ പണം കൊണ്ട് ശ്രാവണഗിരിയിലെയും ചുറ്റുമുള്ള ഗ്രാമങ്ങളിലെ ആൾക്കാർക്ക് കൂടുതൽ പലിശയ്ക്ക് അയാൾ കടം കൊടുത്തിരിക്കുക. അപ്പൊ ഈ നാട്ടുകാർക്ക് നേരിട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തൂടെ? മാനേജർ കൊടുക്കില്ലല്ലോ. എന്തെങ്കിലും മുട്ടാപ്പോക്ക് ന്യായങ്ങൾ പറഞ്ഞ് ഒഴിവാക്കും. പിന്നെ കൊടുക്കും ചില സ്പെഷ്യൽ ലോണുകൾ, അതും തിമ്മയ്യന്റെ ശിങ്കിടികൾക്ക് മാത്രം. അല്ല ഇതെന്താ കളിമണ്ണെ ചവിട്ടി കുഴക്കാണോ? എന്തൊക്കെ പറഞ്ഞാലും ഈ കന്നഡയിലുള്ള തന്തയ്ക്ക് വിളി കേൾക്കാൻ ഒരു പ്രത്യേക സുഖം അല്ലേ സാറേ? എനിക്ക് കേട്ട് പരിചയമില്ല. കുഴപ്പമില്ല സാറിന് ഇനി സമയമുണ്ടല്ലോ. അല്ല ബാ, ആ കള്ളക്കാള വരുന്നതിന് മുമ്പേ മോള് കയറി കിടന്നോ. ആ തലോണി എടുത്തു വെച്ചോ. എന്ത് തോന്നിയ സാറേ കാണിക്കണേ? ഞാൻ എന്ത് തോന്നിവാസം കാണിച്ചു? എന്നെ നശിപ്പിക്കാൻ വന്ന ഒരുത്തനെ എന്റെ കൂടെ താമസിപ്പിക്കാൻ എനിക്ക് മനസ്സില്ല. അതെന്ത് വർത്താനമാണ് സാറേ? സാറിന് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ മാറിത്തരാം. പക്ഷെ എനിക്ക് വേറൊരു സ്ഥലം കിട്ടണ വരാം. സ്ഥലോ? നിന്നെ ഈ ഏരിയയിൽ കണ്ടാ നിന്റെ മുട്ടുകാരി ഞാൻ തന്നെ വിളിക്കും. ഈ വീട്ടിൽ നിന്നല്ലേ പുറത്താക്കാൻ പറ്റൂ? ശ്രാവണഗിരി സാറിന് തീരെഴുതി തന്നിട്ടൊന്നുമില്ലല്ലോ. സാർ എന്റെ വീട്ടിൽ വന്ന് താമസിക്കും. എനിക്ക് സ്വന്തമായിട്ട് വീടുള്ളപ്പോ ഞാൻ എന്തിനാണ് വടി വരുമ്പോ നിന്റെ വീട്ടിൽ വന്ന് താമസിക്കണേ? ഞാൻ ഈ സാറിനോടാണ് പറഞ്ഞത് ഷണ്ണാണ്ടി പ്രൗജി എന്ന് വെച്ചാ അത് തന്നെ. ಒಳಗ್ ಬಂದ್ ಕೂತ್ಕೊಳ್ಳಿ, ಮಜ್ಜಿಗೆ ಕುಡಿಯೋಣ. എന്നാലേ പെരുവഴി കിടന്നാലും ഞാൻ ഈ നാട്ടിൽ നിന്ന് പോണില്ല. അത്താഴ പട്ടിണിക്കാരായ പാവങ്ങളെ ചതിക്കാൻ കൂട്ടുന്നിട്ട് അതിന്റെ വീതം പറ്റുന്ന താനൊക്കെ മനുഷ്യനാണോ? തന്റെയും തിമ്മേന്റെയും കള്ളക്കളികളെല്ലാം ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു. തന്റെ ജോലിയും കളഞ്ഞ് തന്നെ അഴി എണ്ണിച്ചിട്ട് ഞാൻ ഈ നാട്ടിൽ നിന്ന് പോകും. നോക്കിക്കോ. ನಿಮಗೇನಾಯ್ತು? ತಲೆ ಸುತ್ತತಾ?